ആദിവാസി ഉന്നതികളുടെ ക്ഷേമത്തിനും വികസനത്തിനും സർക്കാരുകൾ കോടികൾ ചെലവഴിക്കുമ്പോഴും സുരക്ഷിതമായ വഴികൾ പോലും ഇല്ലാത്തവ ധാരാളമുണ്ട്. വയനാട് പൂതാടി പഞ്ചായത്തിലെ ഐനിമല ഉന്നതി അത്തരത്തിലുള്ള ഒന്നാണ്. വനാതിർത്തിയിലുള്ള ഇവിടേക്ക് എത്തിപ്പെടുക എന്നത് സാഹസിക യാത്രയ്ക്ക് തുല്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാണ് ഐനിമല ഉന്നതിയിലേക്ക് എത്തിയത്. പുഴ കടന്ന് മുളമ്പാലത്തിൽ സാഹസികമായാണ് ഇവിടെയുള്ളവരുടെ യാത്ര. പുറംലോകത്തേക്ക് എത്താൻ വേറെ വഴിയില്ല. മഴക്കാലമായാൽ ഈ ഗോത്രസങ്കേതം പൂർണ്ണമായും ഒറ്റപ്പെടും. ആനയും കടുവയും ഇറങ്ങുന്ന വനാതിർത്തി വഴിയിലൂടെയുള്ള സാഹസിക യാത്ര ചെയ്തു വേണം പുറംലോകത്തേക്ക് എത്താൻ. കഴിഞ്ഞ പ്രളയത്തിൽ ഉണ്ടായിരുന്ന ഏക കോൺക്രീറ്റ് പാലം തകർന്നതോടെ ഈ മുളമ്പാലം തന്നെയായി ഇവരുടെ ഏക ആശ്രയം. ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ലല്ലോ. പാലം വഴിയൊക്കെ ഇങ്ങനെ തന്നെ. പിന്നെ ഞങ്ങൾ പോകുന്നത് ആ പാലത്തെ കൂടെ തന്നെ പോകുന്നു വരുന്നു. ഇപ്പൊ നമുക്ക് അക്കരെ പോകാതിരിക്കാനും പറ്റില്ല, ഇക്കരെ വരാതിരിക്കാനും പറ്റില്ല. ശരിയാക്കി തരാനൊക്കെ പറയുന്നുണ്ട്, ശരിയാക്കി തരുന്നൊന്നുമില്ല. ഇപ്പൊ ഇവിടുന്ന് തന്നെ ഒഴിവാക്കി വിടാന്ന് പറഞ്ഞിട്ട് കുറെ കാലങ്ങളായി ഒഴിവാക്കാൻ പറയുന്നത്. അവരെങ്ങനെ പിന്നെ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഐനിമല ഉന്നതിയിൽ നിന്ന് പുറം ലോകത്ത് പഠിക്കാൻ പോകുന്നത് വിസ്മയ മാത്രമാണ്. സ്കൂളിലേക്കുള്ള യാത്ര അത്ര സുഖകരമല്ലെന്ന് വിസ്മയ തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും വഴിയിൽ കാട്ടാനയുണ്ടാവും. പേടിച്ചും സാഹസികവുമായാണ് ഓരോ ദിവസവും സ്കൂളിലേക്കുള്ള യാത്ര. വൈകുന്നേരം വരാൻ എനിക്ക് കുറച്ച് പേടിയാണ്. രാവിലെ പോകാനും അങ്ങനെ തന്നെ. ചില ദിവസം രാവിലെ നേരം ആന ഉണ്ടാവാറുണ്ട്, വൈകുന്നേരവും ഉണ്ട്. പാലം ആദ്യം ഉണ്ടായിരുന്നു, ആ പാലം പിന്നെ പോയി. പിന്നെ മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ് പോവാൻ, നടക്കാനും പോവാനൊക്കെ. ഇതിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ വീഴാറുണ്ട്. വനാതിർത്തിയിലെ ഈ അപകട ജീവിതത്തിൽ നിന്ന് ഇവർക്ക് രക്ഷയില്ല. പുറം ലോകത്തേക്ക് എത്താൻ നല്ല വഴികളും. ഇത് ഐനിമല ഗോത്ര ഉന്നതിയിലെ മാത്രം യാത്രാ ദുരിതത്തിന്റെ കാഴ്ചയല്ല. വയനാട്ടിലെ നിരവധി ഗോത്ര സങ്കേതങ്ങളിലേക്ക് ഇങ്ങനെ പ്രയാസപ്പെട്ടാണ് ഈ ഗോത്രവിഭാഗങ്ങൾ വന്നും പോയും ഇരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇത് ശ്രദ്ധിക്കണം, പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കണം. വയനാട് ഐനിമല ഉന്നതിയിൽ നിന്നും ക്യാമറമാൻ VN റിനുവിനോടൊപ്പം രതീഷ് വാസ്തേവൻ, ന്യൂസ് മലയാളം.